ശ്ശോ, നല്ല തണുപ്പ്. AC ഇട്ടോണ്ടാണ് തോന്നുന്നേ. എനിക്കാണെങ്കിൽ ഈ AC ഒന്നും തീരെ സെറ്റ് ആവത്തില്ലല്ലോ. AC-ൽ നിന്ന് കഴിഞ്ഞാൽ എന്തേലും പിറ്റേന്ന് ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ടും എല്ലാം വരും. ഇപ്പൊ എന്താ ചെയ്യാ? ഓ വാട്ട് ദ നോൺസെൻസ്. എന്തിനാ എപ്പോ നോക്കിയാലും ചിവിടിരുന്ന് ചലിക്കുന്ന പോലെ എന്തെങ്കിലും ചലിച്ചോണ്ടിരിക്കുന്നേ? ഷിറ്റ്, എന്തൊരു ഭാഷ ഇത്? ചൊറിയലെന്നൊക്കെയോ? സ്റ്റൂപ്പിഡ്. നീ ഇപ്പൊ എന്താ വിളിച്ചേ? എന്താ വിളിച്ചേന്ന്? ദേ മര്യാദക്ക് സാറെന്ന് വിളിച്ചോ? അതാ നിനക്ക് നല്ലത്. അതുകൊണ്ട് ഓഹോ ഇപ്പൊ ആക്കിയ തന്നെ. ഇത് നീ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തേലും ചെയ്തെന്നേനെ. നീ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ ശത്രുവാന്നല്ലേ? അപ്പൊ പിന്നെ നീ എന്റെ ശത്രു ഇല്ലേ? നീ പറയണത് എന്തിനാ ഞാൻ കേക്കണേ? എന്തേലും AC ഒന്നും ഓഫാക്കാൻ പറ്റത്തില്ല. നോ ചാൻസ്. അയ്യയ്യേ എന്തോന്നത്? അവള് പറഞ്ഞിട്ടല്ലേ പോയേ ഡോർ റെഡിയാക്കണ ആളെ കൂട്ടിട്ട് ഇടാന്ന്. പിന്നെന്തിനാ ചുമ്മാ കഥ ഇങ്ങനെ മുട്ടുന്നേ? തണുപ്പ് കൂടുണ്ടല്ലോ. എനിക്കാണെങ്കിൽ തണുപ്പ് തീരെ പറ്റത്തില്ല. ആ കൂടെ എന്തൊക്കെയോ ആവാ. എന്താ ചെയ്യാ? ഇനിയിപ്പോ എപ്പോ ഡോർ തുറക്കാനാ? അതുവരെ എങ്ങനെ കടിച്ചു പിടിച്ച് നിക്കാനാ? ഇന്നത്തെ ദിവസം തന്നെ സ്പോയിലായി. ഏത് നേരത്താണോ ഈ റൂമിലേക്ക് കയറി വരാൻ തോന്നിയേ? ഇവളെന്താ ഇങ്ങനെ നിന്നാടുന്നേ? ഇനിയിപ്പോ അടുത്ത നമ്പർ ആയിരിക്കും. അല്ല ഇവക്കിതെന്ത് പറ്റി? ഹേയ് ചുച്ചോ എണീക്കേ എണീക്കേ. ഷെടോ ഇപ്പൊ എന്താ ചെയ്യാ? ഇതിനെന്താ പറ്റിയെന്ന് ആർക്കറിയാ? എണീക്കേ എണീക്കേ. അയ്യോ ഇവളാണെങ്കി ഇവക്ക് AC-ന്റെ തണുപ്പ് പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഇനിയിപ്പോ അത് കാരണം എന്തേലും പറ്റി ആള് തട്ടിപ്പോയി കാണോ? അയ്യോ അപ്പൊ ഇവള് ചിലപ്പോ തട്ടിപ്പോയി കാണോ? എന്തേലും ശ്വാസം ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. അത് പിന്നെ താൻ പെട്ടെന്ന് അലർന്ന് കേട്ടപ്പം ഞാനും അറിയാണ്ട് അലറി പോയതാ. കൊല്ലാൻ നോക്കിക്കേ? ആര്? ദേ വെറുതെ അനാവശ്യം പറയല്ലേ. ഓ എന്റെ ശിവനെ. ഓ ഞാൻ നിന്നെ കൊല്ലാൻ വന്നതൊന്നുമല്ല. ഞാന് അത്രക്കാരനും അല്ല. നീ ബോധം കെട്ട് വീണപ്പോ ഇനിയൊരു പക്ഷേ നീ തട്ടിപ്പോയി കാണോന്ന് അറിയാൻ വേണ്ടിയേ ജീവനുണ്ടോ ഇല്ലയോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. വേറൊന്നും അല്ല. അല്ല അതൊക്കെ പോട്ടെ, താനെന്തിനാ ബോധം കെട്ടപ്പോൾ ഇങ്ങനെ അഭിനയിച്ചേ? ഇഡിയറ്റ്. AC ഓഫാക്കണെങ്കി അത് പറഞ്ഞാ പോരെ? എന്തിനാ ആളെ പേടിപ്പിക്കുന്ന മാതിരി ഒരു ഡ്രാമ ആക്കണേ? എന്തിനേതിനും ഒരു ന്യായീകരണം വെച്ചോളും. 5 minutes later. ഇപ്പൊ നോക്കാം മാഡം. ഒന്ന് വേഗം നോക്കേട്ടാ. അകത്ത് രണ്ടുപേര് കുടുങ്ങി കിടക്കുവാ. വേഗം നോക്ക്. മോളെ ഇപ്പൊ കഴിയും. പാവണ്ട കൊച്ച്. ആ സിദ്ധു അവൾ വഴക്ക് പറഞ്ഞൊരു പരവത്തിലാക്കി കാണും. ഏട്ടാ കഴിഞ്ഞോ? മോളെ ഇപ്പൊ കഴിയും. ഒരു 2 മിനിറ്റ് തുറന്ന്. സിദ്ധു ഏട്ടാ. ഓ ഒരു ലോക്കായ ഡോർ തുറക്കാനാണോ ഇത്ര നേരം? അത് പിന്നെ സർ ലോക്ക് കുറച്ച് ടൈറ്റ് ആയി പോയി. അതാ ഇത്ര വൈകിയേ. ശിവാനി എന്തേന്നല്ലേ ചോദിച്ചുള്ളൂ. കടന്നൽ കുത്തിയമാരി വെച്ചിരിക്കുന്നേ. പെണ്ണെ അവനെ പറ്റി എനിക്ക് അറിയാവുന്നതല്ലേ. അവൻ പോട്ടെ, നമുക്ക് അകത്ത് പോയി നോക്കാം.
എന്താ മാഡം? ഈ ഡോറിന് ലോക്ക് മാറ്റിട്ടെ പുതിയ ലോക്ക് സെറ്റ് ചെയ്താലേ. ഓക്കെ മാഡം. പക്ഷേ ലോക്കിനൊരു ഇത്തിരി അമൗണ്ട് കൂടും. കാരണം നല്ല ക്വാളിറ്റി ഉള്ളത് വേണ്ടേ വെക്കാനേ. ഓ തല ചൊറിഞ്ഞത് മതി. എത്ര ക്വാളിറ്റി ആയാലും എത്ര എമൗണ്ട് ആയാലും വേണ്ടില്ല. നല്ല ലോക്ക് തന്നെ വെക്കാൻ നോക്ക്. ഇനി മേലാലെ ഇങ്ങനെ സംഭവിക്കാണ്ട് നോക്കണം. ഓക്കെ മാഡം. പിന്നെ കൂലി? ഓ പണി കഴിഞ്ഞില്ലല്ലോ. പണി കഴിയട്ടെ എന്നിട്ട് കൂലി തരാം. ഇപ്പൊ താൻ പോയിട്ട് ലോക്ക് സെറ്റ് ചെയ്യാൻ നോക്ക്. ശരി മാഡം. ശിവ സ്നേഹ അല്ല ശിവ, സിദ്ധു എന്തെങ്കിലും പഴക്കം പറഞ്ഞായിരുന്നോ? ഇല്ല മാഡം, അങ്ങനൊന്നുമില്ല. ഇപ്പഴാ ആശ്വാസമായേ. ഞാനും സ്നേഹം കൂടി പേടിച്ച് നിൽക്കുവായിരുന്നു. അവനാണെങ്കിൽ ചെറുപ്പം തൊട്ട് എങ്ങനെയാ മോളെ വെറുതെ ആവശ്യമില്ലാണ്ട് കടിച്ചു കീറാൻ വരും. അതുകൊണ്ട് മോളും പാടി ആർത്തല്ലേ ഇനിയിപ്പോ എന്തെങ്കിലും മോളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കുമെന്നേ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹേയ് അങ്ങനൊന്നുമില്ല മാഡം. എന്നാ ശരി ശിവ, നീ വന്ന പണി നോക്കിക്കോ. ഫേഷ്യൽ കഴിഞ്ഞിട്ട് നിനക്ക് പോകാനുള്ളതല്ലേ? അതെ മാഡം, ഫേഷ്യൽ കഴിഞ്ഞിട്ട് എനിക്ക് ഫ്ലവർ ഷോപ്പിലേക്ക് പോകാനുള്ളതാ. ഇന്ന് 2-3 ഓർഡർ ഒക്കെ ഉണ്ട്. എന്നാലേ നിങ്ങൾ ഫേഷ്യൽ ചെയ്തോ. ഞാൻ പോയിട്ടേ സിദ്ധു എന്തെടുക്കാൻ നോക്കിക്കാട്ടെ. അവനക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എന്നാ ശരിയേ. ശരി മാഡം. നിക്ക് ശിവ, ഇപ്പൊ വരാട്ടോ. എന്താ ശിവ നിക്കുന്നേ? ഇരിക്കുന്നേ. ഞാനേ അമ്മ പോയല്ലേ നോക്കിട്ടെ വാതിൽ അടിക്കാൻ വേണ്ടി പോയതാ. അല്ല ശിവ, നീ എന്തേ പെട്ടെന്ന് പറയാണ്ട് ഇങ്ങോട്ട് വന്നേ? ആദ്യേട്ടൻ പറഞ്ഞിട്ടാണോ വന്നേ? അതെ സ്നേഹ, ആദ്യേട്ടന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിന്റെ കയ്യിലാണെങ്കിൽ ഫോണില്ലല്ലോ. അതുകൊണ്ടാ എന്നോട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്റെ ഫോൺ തന്നിട്ട് നിന്നോട് ആദ്യേട്ടനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ആണോ? അല്ല ആദ്യേട്ടൻ എവിടെ നിൽക്കുന്നേ? എപ്പോഴും നിൽക്കുന്ന പോലെ തന്നെ ആ തോട്ടത്തിലാണോ നിൽക്കുന്നേ? അല്ല അല്ല, അതിന് ആദ്യേട്ടൻ വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാ വന്നേ. ആദ്യേട്ടൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയതാ. റെയിൽവേ സ്റ്റേഷനിൽ പോയെന്നോ? എന്തിന്? അത് പിന്നെ ഇന്ന് ആദ്യേട്ടന്റെ അച്ഛന്റെ പെങ്ങളെ മോള് വരുന്നുണ്ട്. അപ്പോ അവരെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാ. ഓ അങ്ങനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതല്ലേ? എന്നാലേ നിന്ന് സമയം കളയണ്ട, ഞാൻ ഫോൺ തരാം. നിങ്ങളൊന്ന് ആദ്യേട്ടനെ വിളിച്ച് സംസാരിക്കോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫ്ലവർ ഷോപ്പിലൊന്ന് പോവാനേ. ഓക്കെ ശിവ. ഫോണ്. താങ്ക് യു ശിവ. എന്നാലേ സ്നേഹ ആദ്യേട്ടനെ വിളിച്ച് സംസാരിക്കേ. ഞാനേ ഡോറിന്റെ അടുത്ത് നിൽക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ കാണിക്കാം. ഓക്കെ ശിവ. എത്ര നേരമായി അമ്മേ? ഇതിലേറ്റും ആദ്യേട്ടൻ വന്നില്ലല്ലോ. അതൊക്കെ അവൻ വന്നോളടി, നമ്മൾ വിളിച്ചു പറഞ്ഞതല്ലേ. അമ്മ ഒന്നും കൂടി വിളിച്ചേ. ചിലപ്പം ആദ്യേട്ടൻ മറന്നു പോയതാണെങ്കിലോ? ഓ ഈ പെണ്ണിനെ കൊണ്ട് നിക്ക്, ഒന്നും കൂടി വിളിച്ചു നോക്കാം. വേഗാവട്ടെ. അമ്മായി. ആദിമോനെ നീ എത്തിയോ? ആദ്യേട്ടാ. പോവാ അമ്മായി. നിക്കട ചെറുക്കാ, നിന്നെ കണ്ടിട്ട് എത്ര കാലായി. ഒന്ന് നേരെ ചെന്ന് കാണട്ടെ. അല്ല അമ്മായി, അമ്മായും സാർത്തും ഒറ്റയ്ക്കാണോ വന്നേ? അതേടെ മക്കളെ, അങ്ങേർക്കെന്തോ പണിയുണ്ടത്രേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കോളാന്നാ പറഞ്ഞേ. അതുവരെ കാത്തു നിൽക്കാൻ എന്നോട് കാർത്തനെ കൊണ്ട് പറ്റത്തില്ല. അതാ ഞങ്ങൾ ട്രെയിൻ പിടിച്ചിങ്ങ് പോന്നേ. അത് ശരി, എന്നാ പോവാ അമ്മായി. അല്ലട ചെറുക്കാ, നിനക്ക് എന്താ പറ്റി? നിന്റെ മോന്തയ്ക്ക് എന്തേ അങ്ങ് വല്ലാണ്ടിരിക്കണേ? നീ എന്തേ പണിയെടുക്കാൻ പോണോടത്ത് ഒന്നും കഴിക്കലൊന്നുമില്ലേ? ആ കൂടെ ക്ഷീണിച്ചു പോയല്ലോ. ഹേയ് അങ്ങനൊന്നില്ല അമ്മായി, കൊറേ ആയില്ലേ കണ്ടിട്ട്. അതാ അമ്മായിക്ക് അങ്ങനെ തോന്നുന്നേ. അല്ല ആദ്യേട്ടാ, ഇവിടെ ഞാനും ഉണ്ട്. എന്നെ ഒന്ന് മൈൻഡ് ആക്ക്. കണ്ടടാ ആദി, ഈ പെണ്ണിന്റെ ഒരു കാര്യേ വന്നപ്പോ മുതൽ ചോദിക്കാ ആദ്യേട്ടൻ എന്തേ ആദ്യേട്ടൻ എന്തേന്ന്. ആദ്യേട്ടൻ വന്നപ്പോഴോ ആദ്യേട്ടൻ മൈൻഡ് ആക്കണില്ല അത്രേ. എന്റെ കാർത്തു പഠിപ്പൊക്കെ എങ്ങനെ പോണ്? ഓ പഠിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകണ്ട ആദ്യേട്ടാ. എന്നാലേ നിങ്ങളൊന്ന് സംസാരിച്ചോണ്ടിരിക്കേ. ഞാൻ അപ്പത്തേക്ക് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വരാം. ട്രെയിനിൽ ഇരുന്നിട്ടെ ഉറക്കക്ഷീണം വിട്ടു കിട്ടണില്ല. അമ്മായി നിക്ക്, ഒറ്റക്ക് പോവല്ലേ, ഞാനും വരാം. ഓ അത് വേണ്ടടാ, ഇവിടെ അടുത്തല്ലേ, ഞാൻ പൊക്കോളാം. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നേ, അപ്പത്തേക്ക് ഞാൻ വരാം. ആദ്യേട്ടാ. പറ കാർത്തു. എന്താ ആദ്യേട്ടാ, എന്ത് പറ്റി? പഴയ പോലെ ഉഷാറൊന്നുമില്ലല്ലോ. ഹേയ് അങ്ങനൊന്നില്ല കാർത്തു. ഓ എനിക്ക് മനസ്സിലായി ആദ്യേട്ടൻ എന്താ സംസാരിക്കാത്തെന്ന്. ആദ്യേട്ടന് നാണം കൊണ്ടല്ലേ? നാണോ? അതേനെ, വീട്ടില് നമ്മളെ മാരേജിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കല്ലേ. പെട്ടെന്ന് എന്നെ നേരിട്ട് കണ്ടപ്പോ ആദ്യേട്ടന് നാണം. അതുകൊണ്ടാ പഴയ പോലെ ചിരിച്ചും കളിച്ചൊന്നും സംസാരിക്കാത്തേ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഷെടാ, കാർത്തുവിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ശിവാനിയാണല്ലോ വിളിക്കുന്നേ. ഒരുപക്ഷെ ശിവാനി അവിടെ എത്തി കാണുമോ? വിളിക്കുന്നത് സ്നേഹമായിരിക്കുമോ? കാർത്തു 2 മിനിറ്റ് ഇവിടെ നിൽക്കട്ടോ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല അതെന്തിനാ തനിച്ച് പോയി സംസാരിക്കുന്നേ? ഇവിടെ തന്നെ സംസാരിക്കുന്നേ. അത് പിന്നെ അല്ല എന്റെ മുന്നിൽ സംസാരിക്കാൻ പറ്റാത്തത്ര ആരെയും വിളിക്കണേ? ഞാനൊന്ന് നോക്കട്ടെ. ഫോൺ വിട്ട് തിരിച്ചേ. അയ്യോ കാർത്തു, നീ വിചാരിക്കുന്ന പോലെ ആരുമല്ല, ഇത് ശിവാനിയാ. ഹായ് ശിവയോ? അവളോട് സംസാരിച്ചിട്ട് എത്രയായെന്നറിയോ? ആ ഫോൺ എങ്ങനെ തന്നേ? കാർത്തു കാർത്തു. ഷെടോ പെട്ടല്ലോ.